അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മുസ്തഫ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുളിയുമായി ബന്ധപ്പെട്ടതാണ്. ആ ഹദീസ് ഇങ്ങനെയാണ്. ഇമാം ബുഖാരി ഇത് 3 ഇടത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. 275, 639, 640 ഈ 3 നമ്പറുകളിലായിട്ടാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത്. ഇത് ഒരു വഷളത്തരമാണ്, നബിയെ അവമതിക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയതാണെന്നാണ് മുസ്തഫയുടെ വാദം. എന്താണ് ഹദീസിൽ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖാല, അദ്ദേഹം പറഞ്ഞു, ഉഖീമത്തിസ് സ്വലാത്തു വഉദ്ദിലത്തിസ് സുഫൂഫു ഖിയാമൻ, നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു, സഫുകളൊക്കെ നേരെയാക്കി. ഫഖറജ ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു നമസ്കരിക്കാൻ പാകത്തിൽ. ഫലമ്മ ഖാമ ഫീ മുസല്ലാഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നപ്പോൾ, ദക്കറ അന്നഹു ജുനൂബൻ, താൻ ജനാബത്തുകാരനാണ്, തനിക്ക് കുളി നിർബന്ധമുണ്ട് എന്ന് നബിക്ക് ഓർമ്മയായി. അദ്ദേഹം ഓർത്തു. ഫഖാലന, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, മക്കാനക്കും, നിങ്ങൾ അവിടെ തന്നെ നിൽക്കി. ഇത് പറഞ്ഞിട്ട് സുമ്മ റജഅ ഫഗ്തസല, നബി തിരിച്ചു പോയി കുളിച്ചു. സുമ്മ ഖറജ ഇലൈന, പിന്നെ നബി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. വറഅ്സുഹു യഖ്തുർ, നബിയുടെ തലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റ് വീഴുന്നുണ്ട്. ഫകബ്ബറ ഫസല്ലൈന മാഹു, നബി തക്ബീർ ചൊല്ലി, അങ്ങനെ നബിയോടൊന്നിച്ച് ഞങ്ങൾ നമസ്കരിച്ചു എന്നാണ് ഹദീസ്. ഇത് വച്ചിട്ട് മുസ്തഫ പറയുന്നത്, ഇത് താൻ ജനാബത്തുകാരനാണ് എന്ന് ഓർമ്മയില്ലാത്ത, അതിന് മാത്രം മറന്നു പോകുന്ന ഒരാളാവുമോ നബീന? ഇവിടെ മനസ്സിലാക്കേണ്ട 1-2 സംഗതികളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും, അത് നമസ്കാരത്തിന് നിൽക്കുന്ന കാര്യത്തിലായാലും, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു സംഗതി ചെയ്യേണ്ടത്, കുളിക്കേണ്ടത്, അല്ലെങ്കിൽ ഒന്നുണ്ടാക്കേണ്ടത് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ മാനുഷികമായിട്ടുള്ള മനുഷ്യപ്രകൃതിയുമായി ബന്ധപ്പെട്ട സംഗതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ്. നബി പല കാര്യങ്ങളിലും ഏർപ്പെടാറുണ്ട്, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടും, അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങളിലും ഏർപ്പെടും. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലുള്ളപ്പോൾ വീട്ടുകാരെ സഹായിക്കും. ഈ സഹായിക്കുക എന്ന് പറയുന്നത് അടുക്കളയിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുക, വീട് അടിച്ചു വൃത്തിയാക്കാൻ ശ്രമിക്കുക തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളിലും സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം കുളിക്കാൻ മറന്നു പോകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്നൊരു സംഗതിയാണ്. അത് പ്രവാചകനായതുകൊണ്ട് മറന്നുകൂടാ എന്ന് പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ മറന്നിട്ടുണ്ട്. 4 റക്അത്ത് നിസ്കരിക്കേണ്ടത് 3 റക്അത്ത് അല്ലെങ്കിൽ 2 റക്അത്ത് നമസ്കരിച്ചതായിട്ട് ഹദീസിൽ കാണാൻ കഴിയും. ഒരിക്കൽ ദുഹർ നമസ്കാരത്തിൻ്റെ സമയത്ത് നബി 2 റക്അത്ത് നമസ്കരിക്കുന്നു. എന്നിട്ട് നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് തൊട്ടടുത്തുള്ള ഒരു ഈത്തപ്പന തടിയിൽ ചെന്ന് ചാരി നിൽക്കുകയാണ്. നബി അല്പം ദേഷ്യഭാവത്തിലുമാണ്. കാരണം മനുഷ്യൻ അങ്ങനെയാണ്, പലപ്പോഴും പല ചിന്തകൾ മനുഷ്യനിൽ വരാം. ചിലപ്പോൾ അശ്രദ്ധ ബാധിക്കാം,
അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു പിന്നെ മനുഷ്യൻ എന്നുള്ള ആൾക്ക് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ നബിക്ക് ഉണ്ടാവുമല്ലേ? ഇതാണ് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. എന്നിട്ട് സഹാബിമാർ ഇത് ളുഹർ 2 റക്അത്താണ് നമസ്കരിച്ചതെന്ന് പറയാൻ അവർക്ക് എന്തോ ഭയം, നബിയുടെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, കുസിറത്തി സ്വലാത്തു അം നസീത്തയാ റസൂലല്ലാ, റസൂലെ നമസ്കാരം 4 2 അതോ നബി മറന്നതാണോ? അപ്പോൾ നബി അല്പം പരുഷമായിട്ട് തന്നെ പറഞ്ഞെന്താ പ്രതികരിച്ചത്, മാ കുസിറത്ത് വലാ നസീത്തു, നമസ്കാരം ചുരുക്കിയിട്ടുമില്ല, ഞാൻ മറന്നിട്ടുമില്ല എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? നബി ഇത് മറന്നു എന്നുള്ളത് നബിക്ക് ഓർമ്മയില്ല, നമസ്കാരം ചുരുക്കിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശമാണ്. അപ്പം മറവി സംഭവിച്ചു എന്ന് ഓർമ്മയില്ലാത്തത് കൊണ്ട്, നബിക്ക് തോന്നാത്തത് കൊണ്ട് നബി പറഞ്ഞു നമസ്കാരം ചുരുക്കിയിട്ടുമില്ല, ഞാൻ മറന്നിട്ടുമില്ല. ഇവിടെ എന്താ ചെയ്യുക? ഇതിൽ നിന്ന് പണ്ഡിതന്മാർ ചില നിയമങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ അതല്ല അവിടെ പ്രശ്നം. അപ്പോൾ സഹാബിമാർക്ക് അല്പം ധൈര്യം കിട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അപ്പോൾ അവർ പറഞ്ഞു, സദസ്സിലുണ്ടായിരുന്ന മറ്റുള്ളവർ പറഞ്ഞു എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് നബി സുജൂദ് ചെയ്തു, ശഹ്വിൻ്റെ സുജൂദ് ചെയ്തു. എന്നിട്ട് നബി പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളുമൊക്കെ മറക്കാവുന്നത് പോലെ എനിക്കും മറക്കാം. ഈ മറവി പോലും എന്തിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സമൂഹത്തിൽ മനുഷ്യർക്ക് സംഭവിക്കാവുന്ന മറവി, ഓർമ്മക്കുറവ് പോലുള്ള ഇത്തരം ഘട്ടങ്ങളിൽ ഇത് സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് 2 രീതിയിൽ പഠിപ്പിക്കാം. ഒന്ന് അവരോട് പറഞ്ഞു കൊടുക്കാം, പിന്നെ ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. എന്നാൽ പല കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രായോഗികമായി പഠിപ്പിക്കുമ്പോഴാണ് ആളുകൾക്കത് കൂടുതൽ മനസ്സിൽ തറച്ചു നിൽക്കാനുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നബി മറന്നു, 2 റക്അത്ത് നമസ്കരിക്കാൻ മറന്നു. അപ്പോൾ അത് 2 റക്അത്ത് നമസ്കരിച്ച് സുജൂദ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു മറവില്ലാതെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ 2 റക്അത്ത് അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് സുജൂദ് ചെയ്താൽ മതി എന്ന് പറയുന്നതിനേക്കാൾ ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കലെന്താ? പിന്നീടൊരിക്കൽ ഇത്തരം ആളുകൾക്ക് ഇത് സംഭവിക്കുമ്പോൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മറന്നിട്ട് സുജൂദ് പിന്നീട് ബാക്കിയുള്ള നമസ്കരിച്ച് സുജൂദ് ചെയ്യാണല്ലോ ചെയ്തിട്ടുള്ളതെന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവും. മറ്റേത് പറഞ്ഞു കേട്ടത് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഒരു സംഭവമാണ് ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളിലും ഏർപ്പെട്ടു, ജനാബത്ത് കുളിക്കാൻ മറന്നുപോയി. അത് ഒരു മനുഷ്യൻ എന്നുള്ള ആൾക്ക് സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇതിൽ ഒരു അവഹേളനവുമില്ല, അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ളൊരു സംഗതിയുമില്ല. നബി ഉടനെ പോയി കുളിക്കുന്നു. കുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളീയർ കുളിക്കുന്നത് പോലെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അറബികളുടെ കുളി എന്ന് പറയുന്നത്. അവർ കുറഞ്ഞ വെള്ളം കൊണ്ട് ശരീരത്തിൽ വെള്ളം ഒന്ന് ഒഴുകണ രീതിയിൽ പിന്നെ ശരീരത്തിൽ വെള്ളം കഴുകും തേച്ച് കഴുകത്രേ ഉള്ളൂ. ദീർഘമായി മിനിറ്റുകളും മണിക്കൂറുകളും എടുത്ത് കുളിക്കണ രീതിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള സംഗതിയാണത്. വേഗം പോയിട്ട് നബി കുളിച്ചു വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സഹാബിമാർ മനസ്സിലാക്കുന്നു. അവർ ഇത് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവി ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കുകയാണ് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ താൻ ജനാപത്തുകാരനായിരുന്നു എന്ന് ജനങ്ങൾ അറിഞ്ഞു കളയുമോ, അതൊരു അവഹേളനാണോ, അല്ലെങ്കിൽ അതൊരു കുറച്ചിലല്ലേ എന്നൊക്കെ നമ്മൾക്ക് തോന്നാം. വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കാ തിരിയാത്തത്? അതിനാണല്ലോ വിവാഹം ചെയ്യണത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വൈകാരികത ഉണ്ടെന്നും ആ വൈകാരികത അവൻ തീർക്കുന്നത് ഏത് രീതിയിലാണെന്നൊക്കെ അറിയാത്തവരുള്ള ഒരു മനുഷ്യനും. പിന്നെ പൊതുവിൽ ഈ അറബികളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. അവർ നമ്മളെ കേരളീയരെ പോലെ ഇത്രയൊന്നും ഇതിൽ ഒളിച്ചുവെപ്പില്ലാത്ത ആളുകളാണ്. അതെല്ലാ കാലത്തും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ ഇത്തരത്തിലുള്ള സംഗതികളെ സംബന്ധിച്ച്
സംസാരിക്കുന്നതിനോ പറയുന്നതിനോ ഒന്നും അവർക്കൊരു ഒളിച്ചുവെപ്പ് ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഗതികൾ ജനങ്ങളെ പ്രയോഗതലത്തിൽ തന്നെ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് നബിയുടെ ഒരു ബാധ്യതയാണ് എന്നതും ഇതിൻ്റെ ഒരു വശമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരമൊക്കെ മറവി സംഭവിക്കുന്ന ആളാണെന്നൊക്കെ ചോദിച്ചാൽ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് നബി ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. ഇതെന്തൊരു അത്ഭുതമാണ്, ഞാനൊരു റസൂലാണ്, ഞാൻ മനുഷ്യനല്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പോൾ മനുഷ്യ സഹജമായിട്ടുള്ള വിധാനത്തിലെ അള്ളാഹുവിൽ നിന്ന് വഹി വരിക എന്നുള്ളതല്ലാത്ത മറ്റല്ലെങ്കിൽ അതുപോലെ അള്ളാഹുവിൽ നിന്ന് അസാധാരണമായിട്ടുള്ള വല്ലതും സംഭവിച്ചാൽ അത് മറ്റൊരു സംഗതിയാണ്. അതല്ലാത്ത മേഖലകളിലൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്, മനുഷ്യൻ്റേതായിട്ടുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുന്ന, തരം താഴ്ത്തുന്ന അല്ലെങ്കിൽ നബിയുടെ സ്ഥാനത്തെ കുറച്ച് കാണിക്കുന്ന യാതൊന്നുമില്ല. ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് അല്ലെങ്കിൽ ഹദീസിനെ സമീപിക്കുന്നിടത്ത് ഉള്ള മാനസികമായിട്ടുള്ള ഒരു തരം സമീപനത്തിൻ്റെ വശമാണ് ഇവിടെ ഇത്തരം ആളുകൾക്ക് സംഭവിക്കുന്നതിന് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇവർക്ക് എങ്ങനെയെങ്കിലും ഹദീസിനെ തള്ളി പറയണം, എന്നിട്ട് തങ്ങളെന്താണോ ഉദ്ദേശിച്ചത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം എന്നുള്ളതല്ലാത്ത മറ്റൊരു ഉദ്ദേശവും ഇവരെ മുമ്പിലില്ല. എന്നാൽ അതോടൊപ്പം തന്നെ പറയും ചെയ്യും ഹദീസ് തള്ളി പറയാൻ പറ്റില്ല, ഹദീസ് ചരിത്രമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനാണ്, ആ മനുഷ്യനെയാണ് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യ സഹജമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരം എന്തെന്നുള്ളത് മനുഷ്യനായ പ്രവാചകൻ തന്നെയാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അതാണ് ഈ നമസ്കാരത്തിൽ കുളിക്കാൻ പോയിട്ട് വന്ന് പിന്നീട് ആ നമസ്കാരം നിർവഹിച്ചതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിക്കണമെന്നുള്ളതാണ്. ഇന്നും നമ്മളുടെ പള്ളികളിൽ തന്നെ പലപ്പോഴും പല ഇമാമുകൾക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ചിലപ്പോൾ അവർ തുറന്ന് പറയുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത സാധാരണക്കാരനാണെങ്കിൽ ചിലപ്പോൾ അവന് കലി കയറിയെന്ന് വരും. എന്നാൽ ഇതൊക്കെ സംഭവിക്കാവുന്നതാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നവുമല്ല താനും. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ പാടായി എന്ന് മാത്രമേ അവരെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ.